എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരകൾ യൂസ് ചെയ്തിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറോ വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സീറോ വരുന്ന നമ്പേഴ്സും നമുക്ക് ഈ വരകൾ ഉപയോഗിച്ച് ചെയ്യാം. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൂടാതെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇപ്പോൾ 99 അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വരകൾ ഉപയോഗിച്ച് എത്ര വരകൾ ഇടണം എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളത്. നമ്മൾ ഏത് സംഖ്യകളും എളുപ്പത്തിൽ ഗുണിക്കാൻ പറ്റുന്ന ട്രിക്സ് ഓൾറെഡി കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വലിയ നമ്പേഴ്സ് ചെയ്യാം. പിന്നെ ചെറിയ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ വരകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായാലും എക്സാമിന് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പേപ്പറിൽ ഇത് ചെയ്തിട്ട് ആൻസർ കാണിക്കാനും ഒന്നും പറ്റില്ല. അത് പ്രൊമോട്ട് ചെയ്യാനും അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണക്ക് എന്ന് പറയുന്നത് എത്ര രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനും കണക്കിനോടുള്ള ഒരു പേടി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ക് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിനൊന്നും പോയി ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. ഓക്കെ, പക്ഷെ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് കണക്കെന്ന് പറയുന്ന സബ്ജക്റ്റ് ഇത്രയും രസകരമാണ് എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടി ആയിട്ടാണ് സീറോ വരുന്ന നമ്പേഴ്സ് നമുക്ക് ഈ ട്രിക്കിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, സീറോ വരുന്ന നമ്പേഴ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഡൗട്ടിലൂടെ ചോദിച്ചിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 20 × 30 ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സീറോ വരുന്ന കേസിൽ സീറോ എന്ന് പറയുന്ന ഭാഗം നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വരയ്ക്കേണ്ട, ബാക്കി എന്താണുള്ളത്? നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ നമ്പേഴ്സ് വരയ്ക്കാം. ആദ്യം എന്താണ്? 2 ആണ്. അപ്പോൾ ആ 2നെ നമ്മൾ ഇങ്ങനെ വരച്ചു. ദെൻ സീറോ ആണ്. അപ്പോൾ നമുക്കത് വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വരയ്ക്കണ്ട. അടുത്ത നമ്പർ എന്താണ്? 3 ആണ് അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? 3നെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരയ്ക്കുക. അതുപോലെ തന്നെ 3നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുക. വരച്ചല്ലോ. ഇവിടെ സീറോ ആണ്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കൂട്ടുക. 1 2 3 4 5 6 അല്ലേ? 6 എന്ന് നമ്മൾ കൂട്ടി എഴുതി. ഇനി ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. രണ്ടിടത്തും കൂടെ എത്ര സീറോ ഉണ്ട്? 2 സീറോ ഉണ്ട്. ആ 2 സീറോ നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ നമ്പേഴ്സ് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ്. സംഖ്യകൾ എത്രയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എൻഡിൽ സീറോ വരുന്ന കേസാണ്. ഒന്നുകൂടെ നോക്കാം. 100 × 100. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സിമ്പിളാണ്. ഇവിടെ 1ഉം 1ഉം ആണ് അല്ലേ? അപ്പോൾ ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു, ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ 1 എന്ന് എഴുതി. ബാക്കി ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. ഇവിടെയും 2 സീറോ ഉണ്ട്, ഇവിടെയും 2 സീറോ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സീറോ ആയി? 4 സീറോ ആയി. അപ്പോൾ ആ 4 സീറോ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 10,000 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 20 × 30 600, 100 × 100 10,000 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ സീറോ അവസാനം സീറോ വരുന്ന കേസിൽ എന്ത് ചെയ്യുക? നമ്പേഴ്സിൻ്റെ മാത്രം ഇതുപോലെ നമ്മൾ സാധാരണ പോലെ ക്രോസ് ആയിട്ട് ലൈൻ വരയ്ക്കുക. ടോട്ടൽ എത്ര ഭാഗം ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എണ്ണി എഴുതുക. അതിനുശേഷം ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ? അടുത്ത 2 നമ്പേഴ്സും കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 12 × 20 30 × 24. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ രണ്ടിടത്തും സീറോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംഖ്യകൾ മാത്രം എഴുതിയിട്ട് സീറോ ഇട്ട് കൊടുത്തു അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരിടത്ത് സീറോ ഇല്ല, ഒറ്റയിടത്ത് സീറോ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ 12 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 അല്ലേ? 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 ഇവിടെ വരച്ചു, രണ്ടാമത്തെ 2 എന്നുള്ള ലൈന് പുറത്തും വരച്ചു. ഓക്കെ, അടുത്തത് 2 0 ആണ്. അപ്പോൾ അതിൽ സീറോ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 2 മാത്രം വരയ്ക്കുക. 2 എന്ന് നമ്മളിവിടെ ക്രോസ് ആയിട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ പോലെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് കൂട്ടി പോവുക അല്ലേ? അപ്പോൾ ഇവിടെ കൂട്ടാം. 1 2 3 4 ഉണ്ട്. അപ്പോൾ ആ 4ന് നമ്മൾ എഴുതി. ദെൻ ഇവിടെ എത്രയാണ്? 1 2 ആണ്. ആ 2 എഴുതി. ഇനി എന്ത് ചെയ്യുക? ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടെന്ന് നോക്കുക. എത്ര സീറോ ഉണ്ട്? ഇവിടെ ഒരു സീറോയാണ് ഉള്ളത്. ആ ഒരു സീറോ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ രണ്ടിടത്ത് സീറോ വന്നാലും ഒരു ഭാഗത്ത് സീറോ വന്നാലും എങ്ങനെ തന്നെയാണ്?
സീറോ ഇല്ലാത്ത നമ്പേഴ്സൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ലൈനായിട്ട് വരയ്ക്കുക, ക്രോസ് ആയിട്ട് വരച്ചതിന് ശേഷം ആഡ് ചെയ്യുക, എന്നിട്ട് ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ രണ്ടിടത്തും സീറോ വരുമ്പോൾ ഒറ്റ ഇത് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. ഇവിടെ ഒരു ഭാഗത്ത് സീറോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിൽ നിന്നാണ് എപ്പോഴും കണക്ക് എഴുതി പോവുക. അപ്പോൾ താഴത്തുനിന്ന് മുകളിലോട്ട് എഴുതി വെക്കുക. ഇവിടെ 4, അടുത്തത് മുകളിൽ 2, ദെൻ ഒരു സീറോ ആയതുകൊണ്ട് ഒരു സീറോ ഇട്ട് കൊടുത്തു. കിട്ടിയല്ലോ. അടുത്തത് നോക്കുക, 30 × 24. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ പോലെ 3 ആണല്ലേ, അപ്പോൾ 3 ലൈൻ നമ്മൾ ഇങ്ങനെ വരച്ചു. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ 0 ആണ്, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ദെൻ 24 ആണ് അല്ലേ, അപ്പോൾ ഇവിടെ 2 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ പോലെ ഇവിടെ 2 ലൈൻ വരയ്ക്കുക. ദെൻ 4 ആണ്, അപ്പോൾ 4 ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, 4 ലൈനും വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഇനി ഇവ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. 12 നമ്മൾ എത്ര എഴുതാൻ പാടുള്ളൂ, 2 എഴുതാൻ പാടുള്ളൂ. ബാലൻസ് ഇവിടെ വരും. ബാക്കി ഇവിടെ കൂട്ടുക, 1 2 3 4 5 6. ഇവിടുത്തെ ബാലൻസ് ഒന്നും കൂടെ കൂട്ടുമ്പോൾ 7 വരും. ഇനി നമ്മുടെ ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, ആ ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ 720 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് ഭാഗത്തും സീറോ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ ഒരു ഭാഗത്ത് സീറോയും വേറെ ഭാഗത്ത് സീറോ ഇല്ലാത്ത നമ്പർ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്പേഴ്സ് എത്രയാണോ അത് നമ്മൾ സാധാരണ പോലെ ക്രോസ് ആയിട്ട് വരയ്ക്കുക, എണ്ണ, അതിനുശേഷം എഴുതിയിട്ട് ചോദ്യത്തിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കുക, 101 × 102, 102 × 103. ഇടയിൽ സീറോ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സിനനുസരിച്ചിട്ടാണ് ഞാൻ നമ്പർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 101നെ 102 കൊണ്ട് ഗുണിക്കണം. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക, നമ്പേഴ്സ് ലൈനായിട്ട് വരയ്ക്കും അല്ലേ. അപ്പോൾ ഇവിടെയും ഉള്ള നമ്പേഴ്സ് വരയ്ക്കുക. 101 എന്ന് പറയുമ്പോൾ അതിലെ 1 വരയ്ക്കുക. ഇവിടെ 1 വരച്ചു, അടുത്ത 1 ഇവിടെ വരച്ചു. ദെൻ 102 എന്ന് പറയുമ്പോൾ ഇവിടെ 1 വരച്ചു, അടുത്തത് 2 ഇവിടെയും വരച്ചു. ഓക്കെ, ഇനി എന്നിട്ട് ഇവിടെ ഇടയിൽ സീറോ ഉണ്ട് അല്ലേ, രണ്ടിൻ്റെയും ഇടയിൽ സീറോ ഉണ്ട്. ആ സീറോ അവിടെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ 2 അല്ലേ, ഇവിടെ കൂട്ടുമ്പോൾ ഇവിടെ 2 ആണ്, ആ 2നെ എഴുതി. ഇവിടെ എന്തുണ്ട്, സീറോ ഉണ്ട്, ആ സീറോ എഴുതി. അടുത്തത് 1 2 3 ആണ്, 3 എഴുതി. ഇടയ്ക്ക് എന്തുണ്ട്, ഒരു സീറോ ഉണ്ട്, ആ സീറോ എഴുതി. ദെൻ ഇവിടെ എന്തുണ്ട്, 1, ആ 1നെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഈ സീറോ ഇവിടെ സെൻറ്ററിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്, നമുക്ക് ഈ 3 അക്ക സംഖ്യകൾ രണ്ടെണ്ണം തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിൽ എത്ര അക്കം ഉണ്ടാവും, 5 അക്കം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ 5 അക്കം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യത്തേത് ഗുണിക്കുമ്പോൾ 2 ആണ്. ആ 2 എന്ന് പറയുന്നത് 2 അക്ക സംഖ്യയായിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ 2 എന്ന് മാത്രമായതുകൊണ്ട് ഇടത് ഭാഗത്ത് ഒരു സീറോ ഇട്ട് കൊടുത്തു. ദെൻ അടുത്തത് കൂട്ടുമ്പോൾ 3 ആണ് കിട്ടുന്നത്. 3നെ 2 അക്ക സംഖ്യയാക്കിയിട്ട് എഴുതണമെങ്കിൽ ഒരു സീറോ കൂടെ ആഡ് ചെയ്യണം. ദെൻ 1നെ അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി 2 അക്ക സംഖ്യ വേണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ ഇടയിൽ 2ൻ്റെ സീറോ ഉള്ളതുകൊണ്ട് നമ്മൾ നടുക്കൊരു സീറോ ഇട്ട് കൊടുക്കുക. ദെൻ 2 എഴുതുക, ഈ നടുക്കുള്ള സീറോ എഴുതുക. ഈ 2 3 ഒന്നും കൂടെ കൂട്ടുമ്പോൾ 3 എഴുതുക, ഇടയിലുള്ള സീറോ ഇട്ട് കൊടുക്കുക. ദെൻ ബാക്കി ഇവിടെ എന്താണുള്ളത്, 1 അതുപോലെ എഴുതുക. കിട്ടിയോ? അടുത്തത് നോക്കാം, 102 × 103 ആണ്. ഇതിനെങ്ങനെ എഴുതാം, ഇവിടെ 1 ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ ആ ലൈൻ വരയ്ക്കാം, 1 ഇവിടെ 2 വരയ്ക്കാം. ഇനി ഇവിടെ 1 ഇവിടെ 3 ആണ്, 1 2 3 വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കൂട്ടുക, 1 2 3 4 5 6 ആണ്, 6 നമ്മൾ അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സീറോ ഉണ്ടല്ലേ, അപ്പോൾ ആ സീറോ നമ്മൾ ഇട്ട് കൊടുക്കുക. ദെൻ 1 2 3 4 5 ഉണ്ട്, 5 എഴുതുക, ഇടയിൽ സീറോ ഉണ്ട്, അത് അതുപോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ആണ്, ആ 1 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഓരോ ഭാഗത്ത് എഴുതുന്ന സമയത്ത് 2 അക്കമായിട്ട് വേണം എഴുതാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ സീറോ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സീറോ രണ്ടിടത്തും ഉണ്ടെങ്കിൽ ഈ നടുക്കൊരു സീറോ ഇട്ട് കൊടുക്കുക. ദെൻ ഇത് എഴുതുക, 6 എഴുതുക, ഈ സീറോ എഴുതുക, 3 2 കൂടെ കൂട്ടി 5 എഴുതുക, ആ സീറോ തൊട്ടിട്ട് കൊടുക്കുക, 1 എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സീറോ വരുന്നത്, രണ്ട് ഭാഗത്തും സീറോ വരുന്നതും ഒരു ഭാഗത്ത് സീറോയും മറുഭാഗത്ത് സീറോ അല്ലാത്ത നമ്പർ വരുന്നതും ഇടയ്ക്ക് സീറോ വരുന്ന നമ്പേഴ്സും എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് വരകൾ യൂസ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി വലിയ നമ്പേഴ്സ് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, വലിയ നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ വരകൾ വരച്ച് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് വലിയ നമ്പേഴ്സ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഗുണിക്കാം എന്നുള്ളതിൻ്റെ
ട്രിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മെത്തേഡ് പറഞ്ഞു തരുന്നത് കൊണ്ട് ആരും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കരുത്. ഞാൻ പറഞ്ഞു കണക്ക് എത്രമാത്രം ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രിക്സ് പറയുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ട്രിക്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ആവശ്യമില്ല എന്നാണെങ്കിൽ അതും പറഞ്ഞോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് കാണാനും പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.